This is not good. Oh, look, they got the NAVSIT building. Where that one sir? This one, no? NAVSIT building. Where that one sir? This one, no? Oh my God! Oh my God! Oh my God! Oh my God! Okay. All right. MCA നാസറിനോടൊപ്പം ചേരുന്നു. MCA, ഗൾഫ് റീജിയനിൽ ഇറാൻ നടത്തിയിട്ടുള്ള പ്രത്യാക്രമണം എന്ന് പറയുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കണോ, അതോ ഒരു സമ്മർദ്ദ തന്ത്രം നിലയ്ക്കുള്ള ആദ്യഘട്ട ആക്രമണത്തിന് ശേഷം അവരൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടോ? പക്ഷെ അതില്ല, ബ്രേക്ക് എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ കുവൈത്തിൽ നിന്ന് ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വീണ്ടും കുവൈത്തിന് നേരെ ആക്രമണം നടന്നതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് എത്രമാത്രം മിസൈലുകൾ കുവൈത്തിന് നേരെ പുതിയ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് ഇറാൻ അയച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ആക്രമണം നടന്നതായിട്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയത് ഈ ആക്രമണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അമേരിക്കയുടെ ഈ മേഖലയിലുള്ള സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ശക്തമായ ആക്രമണങ്ങൾ തുടരുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയത്. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് വേണം ഇപ്പോൾ കുവൈത്തിന് നേരെ വീണ്ടും ആക്രമണം നടന്നതായിട്ടുള്ള വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് വിലയിരുത്താൻ. എന്തായാലും വളരെ ഈ വ്യോമാതിർത്തികളൊക്കെയും അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടതോടുകൂടി ഒരു പ്രയാസകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ മാറുകയാണ്. ഗൾഫ് മാത്രമല്ല, അല്പം മുമ്പ് ജോർദാന് നേരെയും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നു. 2 ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങൾ തടുത്തിട്ടതായിട്ട് ജോർദാൻ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കൂടുതൽ മേഖലകളിലേക്ക്, ഇറാഖിലേക്ക്, ജോർദാനിലേക്ക്, അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെയും ഈ ആക്രമണം പലതിൻ്റെ ഒരുപക്ഷെ കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ രൂപപ്പെട്ടത്. അമേരിക്കയും ഇസ്രായേലും കരുതിയതുപോലെ ഒരു ചെറിയ തോതിലുള്ള ഒരു തിരിച്ചടിയല്ല, കൂടുതൽ വ്യാപ്തിയിലേക്ക് ആ തിരിച്ചടി നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അല്പം മുമ്പ് നടത്തിയ പ്രകടനത്തിൽ അന്തർദേശീയ സമൂഹം ഈ ഘട്ടത്തിലെങ്കിലും ഇടപെട്ടിട്ടില്ല എങ്കിൽ ഏറ്റവും രക്തരൂഷിതമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഒരു മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും. അതുകൊണ്ട് ഈ തങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഈ ഒരു ഏകപക്ഷീയമായ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെയും അമേരിക്കയെയും പിന്തിരിപ്പിക്കാൻ അന്തർദേശീയ സമൂഹത്തിന് ബാധ്യതയുണ്ട്. UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ദൗത്യം ഏറ്റെടുക്കണമെന്ന ഒരു അഭ്യർത്ഥനയാണ് ഏറ്റവും അവസാനമായിട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി നടത്തിയിരിക്കുന്നത്. കാരണം നേരത്തെ ഇസ്രായേൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആയത്തുല്ല അലി ഖാംനെയെയും അതോടൊപ്പം തന്നെ മസൂദ് പെസസ്കിയാൻ ഇറാന്റെ പ്രസിഡന്റ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി, ഈ 3 പേരെയും തങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നു. അതിൽ തങ്ങൾ വിജയിച്ചു എന്നായിരുന്നു നേരത്തെ ഇസ്രായേൽ അവകാശപ്പെട്ടത്. പക്ഷേ ഇവരൊക്കെയും സുരക്ഷിതരാണ്, തങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് അല്പം മുമ്പ് നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ ഇറാൻ നേതൃത്വം വ്യക്തമാക്കുന്നത്. നിഷ.